ഹായ്, ഞാൻ വർദ്ധ. അതാരാണ്? പേര് പറയേ. നമ്മൾ ഫാമിലി ആയിട്ടൊരു ഓൾ കേരള സൈക്കിൾ റൈഡ് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാസർഗോഡ് വരെ റൈഡ് ചെയ്തിപ്പോൾ കോഴിക്കോട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വയനാടാണ് പോണത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരോട് നന്ദി അറിയിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയ യാത്രയാണ്. നമുക്ക് ഫസ്റ്റ് കോഴിക്കോട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം എന്നുള്ളൊരു പ്ലാന് മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് കാസർഗോഡുള്ള താജുക്ക നമ്മളെ കോണ്ടാക്ട് ചെയ്യണതും, അതേപോലെ തന്നെ താജുക്ക ത്രൂ നമുക്ക് ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാവുകയും ചെയ്തു. താജുക്ക കൊറിയയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഫസ്റ്റ് കോഴിക്കോട് എത്തിയ സമയത്ത് ഇതുപോലെ തന്നെ ലണ്ടൻ വരെ സൈക്കിൾ ഓടിച്ച് പോയിട്ടുള്ള ഫായിസ് ബ്രോ നമ്മളെ ഫാമിലി ആയിട്ട് വന്ന് മീറ്റ് ചെയ്യും, നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമ്മൾ കണ്ണൂർക്ക് എൻ്റർ ചെയ്ത സമയത്ത് അതെ കണ്ണനൂർ സൈക്ലിംഗ് ക്ലബിലെ അംഗമായിട്ടുള്ള നൗഷാദ്ക്ക നമ്മൾ മാഹി തൊട്ട് നമ്മൾ അതെ അതെ അതേപോലെ തന്നെ നമ്മൾ തലശ്ശേരി സൈക്ലിംഗ് ക്ലബിലെ അംഗമായിട്ടുള്ള ബിനീതേട്ടനും ജിത്തുവേട്ടനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മുയിപ്പിലങ്ങാട് ബീച്ചിൽ നമ്മൾ ടെൻ്റ് അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് ബിനീതേട്ടനും അതുപോലെ തന്നെ അവിടുത്തെ മെമ്പറും പാർട്ടി പ്രവർത്തകരൊക്കെയാണ്. അവരോട് നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഫുഡൊക്കെ കൊടു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന സമയത്തുള്ള ഫുഡ് മെനു അവർ നമുക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് കാസർഗോഡൊക്കെ അതെ നമ്മൾ കാസർഗോഡൊക്കെ എൻ്റർ ചെയ്ത സമയത്ത് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിലെ അംഗമായിട്ടുള്ള അനീഫ്ക അവരൊക്കെയാണ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടീം തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു. നമുക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവരോട് നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമ്മൾ കാസർഗോഡേക്ക് എൻ്റർ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ബാക്കിലാണല്ലോ നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ താജുഖാന്റെ സക്കീർ ബ്രോ ഉണ്ടായിരുന്നു. അതെ അതെ ആളെ വീട്ടിലെ ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ചെയ്യുന്ന അവിടെ. അപ്പോൾ അവരോട് അതേപോലെ നമ്മൾ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ കാസർഗോഡ് പോണ വഴിയിൽ എവിടെയായിരുന്നു? അതെ, അവിടുത്തെ യൂസുഫ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ച സമയത്ത് അവിടെ എത്തണം, നമുക്ക് ഫുഡായിട്ടും അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ തന്ന് ഒരുപാട് ഗിഫ്റ്റൊക്കെ തന്നിട്ട് നമ്മളെ പറഞ്ഞു. അതെ അതെ അപ്പോൾ അവരോട് നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെ, അവന് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ താജുഖാന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെ, അവര് ഇതേപോലെ നമ്മളെ വീട്ടിൽ ക്ഷണിച്ച് ഫുഡൊക്കെ നമ്മളടുത്ത് അവർ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനും കൂടി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പിന്നെ നമുക്ക് ഒരുപാട് അതെ 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 അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ഒരു യാത്രയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മള് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പേര് പറയാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പെർഫ്യൂം സെയിൽ ചെയ്തിട്ട് നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് പെർഫ്യൂം ആവശ്യമില്ലെങ്കിൽ പോലും മേടിച്ച് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വയനാടാണ് പോണത്. ഇപ്പം നമ്മളുള്ളത് ഇപ്പോൾ നമ്മൾ താമരശ്ശേരിയാണ്. ഇതാ നമ്മൾ അബിയുടെ കൂടെ ഉള്ളത്. നമ്മൾ താമരശ്ശേരി എത്തി എന്തായാലും അറിയിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വെച്ചാൽ നമ്മൾ ഇന്നലെ അവിടെയാണ് നമ്മളടുത്ത് നിന്ന് നമ്മൾ രാവിലെ പോകാൻ നിൽക്കുകയാണ്. നമ്മളടുത്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് വയനാട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇന്നും കൂടെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വയനാട്ടിലെ വിശേഷങ്ങളും അതേപോലെ തുടർന്ന് യാത്ര ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് റൈഡ് ചെയ്യാനുള്ളൊരു ഉന്മേഷം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.